അദ്ദേഹം അതിന് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? ഐ ഷുഡ് ഓൺലി ഇൻസൾട്ട് മൈസെൽഫ് ഇഫ് ഐ കെയർ ടു ആൻസർ ദോസ് ഹു കൺസിഡർ മീ കേപ്പബിൾ ഓഫ് സച്ച് അൺബൗണ്ടഡ് സ്റ്റുപ്പിഡിറ്റി എന്ന് രവീന്ദ്രനാഥ ടാഗോർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനമായി തന്റെ ഒരു കവിത അംഗീകരിക്കപ്പെട്ട് എല്ലാവരും രാഷ്ട്ര നേതാക്കൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ജോർജ് ചക്രവർത്തിയെ സ്വീകരിക്കാനാണ്. ക്ഷമിക്കണം, എന്ന് ഒരു കവി 1950 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടത്. രവീന്ദ്രനാഥ ടാഗോർ ഇത് പറഞ്ഞത് 1939 അതായത് അതിനും 11 കൊല്ലം മുൻപ്. രവീന്ദ്രനാഥ ടാഗോർ വീണ്ടും ഒരിക്കൽ, അതായത് 1937 നവംബർ 10 പുലിൻ ബിഹാരി സെനിന് അയച്ച കത്ത് അദ്ദേഹത്തിന്റെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ജീവചരിത്രത്തിൽ രവീന്ദ്രജി എന്ന അദ്ദേഹത്തിന്റെ ജീവചരിത്ര ഗ്രന്ഥത്തിലെ 339 പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ എന്റെ രാഷ്ട്രത്തെ ഉദ്ദേശിച്ചാണ് ഈ കവിത എഴുതിയതെന്ന്. അങ്ങനെ രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം രാഷ്ട്രത്തെക്കുറിച്ച് എഴുതിയ കവിത ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച, നമ്മൾ ദേശീയ ഗാനമായി പാടുന്ന ആ ഗീതത്തെപ്പോലും രാജാവിനെ സ്തുതിക്കാനാണെന്ന് പറയുന്നത് എങ്ങനെയുള്ള ചരിത്ര വായനയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നേക്കാളും നമ്മളെക്കാളൊക്കെ ഭാഷ അറിയുന്ന ആളാണ് ടാഗോർജി. ടാഗോർജിക്ക് അബദ്ധം പറ്റില്ല. താങ്കൾ ഇത്രയും ഈ വിഷയത്തിൽ ഗവേഷണം നടത്തി. ഞാൻ പ്രിപ്പയർഡ് അല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞ ഇത് ചോദിക്കും എന്നുള്ള നിലയ്ക്ക് പ്രിപ്പയർ അല്ല. എന്റെ ഒരു അറിവ് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഏത് ഭാഷ? ബംഗാളിയിൽ, സംസ്കൃതത്തിൽ, ഹിന്ദിയിൽ, ഇന്ത്യൻ ഭാഷകളിൽ ഏതിലാണ് രാഷ്ട്രത്തെ പുല്ലിംഗമായി കാണുന്നത്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, രചിച്ച ആൾ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഞാൻ ഇങ്ങനെയുള്ള വാദഗതിക്ക് ഉത്തരം പറയുന്നത് എന്നെ തന്നെ അപമാനിക്കലാണെന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ ദേശീയ ഗാനമായി നമ്മൾ അംഗീകരിച്ച, നമ്മൾ കേട്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്ന ദേശീയ ഗാനത്തെക്കുറിച്ചാണ് ടീച്ചർ ഇത് രാജാവിന്റെ സ്തുതിഗീതമാണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുമാരനാശാന്റെ കവിതയെ പതിറ്റാണ്ടുകൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം നമുക്ക് വ്യാഖ്യാനം അന്വേഷിച്ച് പോകാമെങ്കിൽ എന്റെ ഒറ്റ സംശയം ദേശീയ ഗാനം അങ്ങനെ എന്റെ ഒരു ഒറ്റ സംശയം ഇത് ഞങ്ങൾ ദേശീയ ഗാനത്തെ ബഹുമാനിച്ചുകൊണ്ടല്ലേ പറയുന്നത്. ദേശീയ ഗാനമായി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം മുതൽ ദേശീയ ഗാനമായിരിക്കുമ്പോഴാണല്ലോ അത് രാജാവിന്റെ സ്തുതിഗീതമെന്ന് ടീച്ചർ ആക്ഷേപിക്കുന്നത്. ചരിത്രം പറയണം രാജാവിനെ സ്തുതിക്കുന്നത് തന്നെയല്ല. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞാലും സമ്മതിക്കുമെങ്കിൽ ഞാൻ തർക്കിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ചരിത്രം വ്യാഖ്യാനിക്കുന്നതെങ്കിൽ പറയാം ശശികല ടീച്ചർ എന്ത് തരം ചരിത്രബോധമായിരിക്കും അപ്പോൾ ജനങ്ങൾക്ക് പകർന്നു നൽകുക? പറയുന്നത് ഭാരതത്തിന്റെ ചരിത്രത്തെ മറ്റു ചില രൂപത്തിലാക്കി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ സത്യം അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ഇതേ പ്രസംഗത്തിൽ തന്നെയുള്ള ഒരു വാചകം ഞാൻ പറയാം. മഹാത്മാഗാന്ധി തിലക് സ്വരാജ് ഫണ്ട് ദുരുപയോഗം ചെയ്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കൊടുത്തു. ആ പണം കൊണ്ടാണ് മലപ്പുറത്ത് 1921 മലപ്പുറത്ത് നടന്ന കൂട്ടക്കൊലയിൽ അനേകം ഹിന്ദുക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഇങ്ങനെയാണെന്ന് വിശദീകരിക്കുമ്പോൾ ഒന്ന് മഹാത്മാഗാന്ധിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. അദ്ദേഹം ചെയ്തത് തിലക് സ്വരാജ് ഫണ്ട് കോൺഗ്രസുകാരെ തെണ്ടിപ്പിടിച്ച, അങ്ങനെ തന്നെ ആ ഭാഷ ഉപയോഗിച്ചിരിക്കുന്ന തിലക് സ്വരാജ് ഫണ്ട് ഗാന്ധിജി പറഞ്ഞത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇത് വകമാറ്റി കൊടുക്കണം. നിൽക്കട്ടെ, അല്ല ഞാൻ അതിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ. 1920 ഓഗസ്റ്റ് 1 നിസ്സഹകരണ സമരം തുടങ്ങുന്നത്. അന്ന് തന്നെയാണ് തിലകൻ അന്തരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം മാറ്റി പിറ്റേന്ന് തുടങ്ങുന്നു. അതാണ് തിലക് സ്വരാജ് ഫണ്ട് സ്വരൂപിക്കാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ. നിസ്സഹകരണ സമരം തുടങ്ങുന്നതിന്റെ അതേ പാരലായിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്നത്. കോൺഗ്രസിന്റെ 1921 വിജയവാഡ സമ്മേളനമാണ് ഇങ്ങനെ ഒരു ഫണ്ട് കളക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. കോൺഗ്രസുകാർ ഫണ്ട് പിരിക്കുകയും ചെയ്തു. അത് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം അതിന് പാരലായി നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഫണ്ട് അങ്ങോട്ട് വഴിമാറ്റിയെന്ന് എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്? ഖിലാഫത്ത് കമ്മിറ്റിക്ക് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ചരിത്ര വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അത് കൊടുത്ത? ചരിത്ര വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഏത് രേഖയില്ലാത്ത കാര്യമാണ്. മഹാത്മാഗാന്ധി ഇക്കാര്യം 1 കോടിയും ചില്ലറയും പണം സ്വരൂപിച്ചു. അതെങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് ഓഡിറ്റ് ചെയ്തിട്ടുള്ള കണക്കാണ്. നിസ്സഹകരണ സമരത്തിന് വേണ്ടി കോൺഗ്രസ്
നിസ്സഹകരണ സമരത്തിന് വേണ്ടി കോൺഗ്രസ് തിരിച്ച ഫണ്ടിനെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിച്ച് കൂട്ടക്കൊല ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഞാൻ വിശദീകരിക്കട്ടെ. രണ്ടും പാരലായാണ് തുടങ്ങിയതെങ്കിലും രണ്ടും ഒന്നിച്ചാണ് നീങ്ങിയത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഖിലാഫത്ത് മറ്റേ നിസ്സഹകരണ കമ്മിറ്റികളാണ് നിലവിൽ വന്നത്. അത് കാര്യമായിട്ട് എവിടെയും ഒന്നും സംഭവിച്ചില്ല. ഖിലാഫത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമായി എവിടെയും ഒരു മുന്നേറ്റവും ഉണ്ടായില്ല. അത് ഏറ്റവും മോശമായ വിധത്തിൽ അതിന്റെ ഒരു ഭീകരവശം നടന്നത് കേരളത്തിലാണ്. ഈ രണ്ടും പാരലായി തുടങ്ങിയെങ്കിലും ഒന്നിച്ചൊഴുകിയതാണ് ചരിത്രം. ഇതേ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ഖിലാഫത്തിന്റെ പ്രസ്ഥാനങ്ങളും നടന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ച് കൂട്ടക്കൊല നടത്തി. ഇത് രണ്ടിനെയും കൂടി ലിങ്ക് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാം. മാർച്ച് മാസത്തിലാണ് വിജയവാഡ സമ്മേളനം നടന്നത്. ജൂൺ മാസത്തിലാണ് ഫണ്ട് പിരിക്കാൻ തുടങ്ങിയത് തന്നെ. മലബാർ കലാപം നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. 3 മാസം. ഓഗസ്റ്റ് മാസം മുതൽ അങ്ങോട്ടാണ്. അതായത് ഫണ്ട് പിരിക്കാൻ തുടങ്ങി, ഫണ്ട് പിരിച്ച് അതൊരു കളക്ഷനായി, അതിനുശേഷം വേണമല്ലോ വകമാറ്റാൻ. ദേശീയ പ്രസ്ഥാനത്തിന് അപ്പോൾ അതിന് പോലും സമയം കിട്ടിയില്ല. അതായത് കോൺഗ്രസ് ഇതൊക്കെ വെറും കുയുക്തികളാണ്. കോൺഗ്രസ് ഫണ്ട് ശേഖരണം തുടങ്ങുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഫണ്ട് പിരിക്കാം. ഒരൊറ്റ ദിവസം കൊണ്ട് കോൺഗ്രസ് ഫണ്ട് ശേഖരണം വന്ന് നിൽക്കുന്ന ഒരു സമ്മേളനത്തിൽ ഇതിന് ആവശ്യമായ ഫണ്ട് മുഴുവൻ പിരിക്കപ്പെടുമായിരുന്നു. കോൺഗ്രസ് ഫണ്ട് പിരിക്കുന്നതിന് തൊട്ടടുത്ത മാസം നടന്ന ഒരു കലാപത്തിന് ആ ഫണ്ടാണ് ഉപയോഗിച്ചതെന്ന് പറയാൻ എന്തെങ്കിലും ഒരു ചരിത്ര വസ്തുത ആധാരമായി വേണ്ടേ? ഖിലാഫത്ത് കമ്മിറ്റിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് ഗുരുതരമായ ആക്ഷേപമല്ല. ഇത് എന്തെങ്കിലും ഒരു ചരിത്ര തീർച്ചയായും നിങ്ങൾക്ക് അന്വേഷിക്കാം. ഖിലാഫത്ത് അന്വേഷിച്ചു. കാരണം ഇത് രണ്ടും വേറെയല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ അന്വേഷിച്ച സത്യം മുഴുവൻ കണ്ടില്ല. തുടങ്ങിയത് ഖിലാഫത്ത് കമ്മിറ്റി വേറെയാണ്, നിസ്സഹകരണ കമ്മിറ്റി വേറെയാണ്. പക്ഷെ ഇത് രണ്ടും ഗാന്ധിജിയാണ് ഒന്നിപ്പിച്ചത്. മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, തിലക് സ്വരാജ് ഫണ്ട് എടുത്ത് കൂട്ടക്കൊല നടത്താൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? നമ്മള് സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും രണ്ട് ഭാഷയാണ്. രണ്ട് തലമാണ്. കവിത എഴുതുന്നത് മറ്റൊരു തലമാണ്. കവിതയിലെ ഭാഷ എടുത്തുകൊണ്ട് കവിതയാകട്ടെ, പ്രസംഗമാകട്ടെ, വസ്തുതയാകണ്ടേ? അത് നമുക്ക് അതൊക്കെ ഈ പറഞ്ഞ മാതിരി തർക്കത്തിന് വേണ്ടി ചോദിക്കാം എന്നല്ല. വസ്തുതയാകണ്ടേ? തർക്കത്തിന് വേണ്ടി ചോദിക്കാം എന്നല്ല, വസ്തുതയാകണ്ടേ? പ്രസംഗത്തിന്റെ ഭാഷയും സംഭാഷണത്തിന്റെ ഭാഷയും രണ്ടാണ്. അങ്ങനെ രാഷ്ട്രപിതാവ്, ദേശീയ ഗാനം, ദേശീയ പതാക, ടീച്ചറുടെ ഒരു പ്രസംഗം, ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ നിലയ്ക്കാണ് ചരിത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ ചരിത്രമാണ് ജനങ്ങൾ കേൾക്കേണ്ടത് എന്ന പൂർണ്ണ വിശ്വാസമുണ്ടോ? ജനങ്ങൾ ഞാൻ കേട്ടതിൽ വിശ്വസിക്കരുത്. ഓരോ പ്രസംഗവും സൂചന മാത്രമാണ്. ഒരു പ്രസംഗം തീരുമാനമല്ല. ഓരോ പ്രസംഗവും സൂചനയാണ്. ഈ സൂചനയിൽ താല്പര്യം. ഇപ്പൊ താങ്കൾ എന്തുകൊണ്ട് ഇത് പഠിച്ചു? ഇപ്പൊ എന്റെ അടുത്ത് വരാൻ വേണ്ടി താങ്കൾ ഇത്രയും ചരിത്ര വസ്തുതകൾ പഠിച്ചത് ഞാനിത് പറയുകണ്ട. ജനങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള വസ്തുതയില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? പ്രസംഗം 1 മണിക്കൂർ പ്രസംഗം കൊണ്ട് ലോകത്തിന്റെ ഒരു കാര്യത്തിന്റെയും തീരുമാനം പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് സൂചനകൾ കൊടുക്കാം. ഈ സൂചനകളിലൂടെ ജനങ്ങൾ ഇറങ്ങിയാൽ എനിക്ക് ഉറപ്പുണ്ട് ചില വസ്തുതകൾ അവർ കണ്ടെത്തും. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചാൽ ജനങ്ങൾ പിന്നെ അതിൽ ഒരു പഠനം നടത്തിക്കൊള്ളും എന്നാണ്. അല്ല, വസ്തുതാവിരുദ്ധമായി ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച 3 കാര്യങ്ങളിലും വസ്തുത ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയും ചില വസ്തുതകളുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് പറയാം. വസ്തുതയില്ല, കാഴ്ചപ്പാടുണ്ടാകാം, വസ്തുതയില്ല. ചരിത്രവും വർത്തമാനവുമായി ഈ സംഭാഷണത്തിനിടയ്ക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൽ മുൻപ് പറഞ്ഞ ഒരു കാര്യവും തിരുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. തീർച്ചയായും വസ്തുതാപരമായി പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ ആരും തെറ്റുകൾക്ക് അതീതരല്ല, വസ്തുതാപരമായ പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കണക്കുകൾ പറയുന്നിടത്തോ അല്ലെങ്കിൽ കാരണം പിന്നെ നമ്മൾ ചിലപ്പോൾ പ്രസംഗത്തിന് നമ്മൾ ഒരു എഴുതുന്നത് പോലെയല്ല, എഴുതി നമുക്ക് രണ്ടാമതൊന്ന് നോക്കിക്കൊണ്ട് നമുക്ക് തിരുത്താനൊക്കെ ഉള്ള സൗകര്യം. അപ്പൊ ചിലപ്പോൾ വസ്തുതാപരമായ ചില കണക്കുകൾ, ആശയമല്ല, ആദർശമല്ല, ചില കണക്കുകൾ, ചില പിഴവുകൾ വരാം. അങ്ങനെ വരുമ്പോൾ അത് തിരുത്തുന്നതല്ലാതെ ഞാൻ പറഞ്ഞതിന്റെ ആശയമോ ആദർശമോ ഒരിക്കൽ പോലും തിരുത്തണ്ട. കാരണം ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നിലയിലല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ സംസാരിച്ചാൽ ഒരിക്കലും ജനങ്ങൾ എന്നെ കേൾക്കില്ല. ഞാൻ അതിനെ ആസ്വദിക്കുന്നു.